ഹലോ, നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ വീടൊക്കെ അടിച്ചു പോരുന്ന പുല്ലുജോലിനെ കുറിച്ചിട്ടാണ്. പുല്ലുജോലി മേടിച്ച് ഒരു 10-12 ദിവസം വരെ നമ്മൾ എങ്ങനെ അടിച്ചു കോരിയാലും ആ പുൽപ്പൊടികൾ അവിടെ ഇവിടെയൊക്കെ കെടുക്കും. അപ്പം നമുക്ക് എത്ര അടിച്ചു കോരിയാലും വൃത്തിയാവാത്തൊരു ഫീലായിരിക്കും. ശരിയല്ല ഞാൻ പറയണത്? ശരിയാണ്, ഞാനിതൊക്കെ സ്ഥിരം ചെയ്യണതാ. ഒരുപാട് പ്രാവശ്യം എനിക്ക് ഭ്രാന്തായിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്താണ് എനിക്കൊരു ബുദ്ധി തോന്നിയത്. ഈ അടുത്തെന്ന് പറഞ്ഞാൽ 2 മാസമായി. കഴിഞ്ഞ പ്രാവശ്യം ചൂല് മേടിച്ചപ്പോൾ ഞാൻ കഞ്ഞി വെച്ച വെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം, നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളത്തിൽ ഒരു 3 മണിക്കൂർ ഈ ചൂലിൻ്റെ ഭാഗം ഇങ്ങനെ പുല്ലിൻ്റെത് ഇങ്ങനെ വിരിഞ്ഞിക്കണ പുല്ലിൻ്റെ ഭാഗം മാത്രം മുക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 2-3 മണിക്കൂർ അങ്ങനെ വെച്ച് അതെടുത്ത് വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചു. വെയിലത്ത് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഉണങ്ങുമ്പോൾ നല്ല വടി പോലെ ഇങ്ങനെ നിന്നിട്ടാ. അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ തന്നെ മുക്കി വെച്ച് അതിങ്ങനെ വടി പോലെ വെയിലത്ത് വെച്ചപ്പോൾ വടി പോലെ നിന്നു. അത് കഴിഞ്ഞിട്ട് നന്നായി ഷാമ്പു ഇട്ട വെള്ളത്തിൽ ഇത് കഴുകിയിട്ട് വീണ്ടും വെയിലത്ത് വെച്ചിട്ട് നമ്മൾ മുടിയൊക്കെ ചീകുന്ന പഴയ ചീർപ്പ് കൊണ്ട് പിന്നെ പല്ല് തേക്കുന്ന ബ്രഷ് കൊണ്ട് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കോന്തി കളഞ്ഞ് 2 ദിവസം വെയിൽ കൊള്ളിച്ച് ഞാൻ അടിച്ചു. വീടൊക്കെ അടിച്ചു കോരി നോക്കി. അപ്പോൾ അതിൽ നിന്ന് ചൂലിൻ്റെ ഇത് പൊട്ടിയും പോകണില്ല. ചൂല് നല്ലൊരു പൊടിയൊന്നും ഇല്ലാണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടി. അങ്ങനെ ഞാൻ ആ ചൂല് 3 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ ചെയ്ത കാര്യം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് എനിക്ക്, ഫ്രണ്ട്സിനോടൊക്കെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞു, എടി നല്ല സുഖമാണ് ഇത് ഉപയോഗിക്കാനായിട്ട്, അങ്ങനെ ചൂല് പൊട്ടിപ്പോകുന്നില്ല, പിന്നെ അടിക്കുന്നിടത്തൊന്നും പൊടികൾ വീഴണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതെന്തായാലും എനിക്കിതൊരു ചെറിയൊരു അറിവല്ലേ, മറ്റാർക്കെങ്കിലും ഉപകരിക്കുകയാണെങ്കിൽ ഉപകരിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ പറയണത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വീടിൻ്റെ നമ്മളുടെ ഈ ടൈലൊക്കെ താഴത്ത് ചുമരും മുട്ടിക്കുമല്ലോ, ആ വശത്ത് എവിടെയെങ്കിലും പല്ലിയുടെ കാട്ടം വീണിട്ട് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട കമൻറ്റ് എന്തായാലും ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങളത് ഉപയോഗിച്ച് നോക്കി ശരിയായിട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. കാരണം നമ്മൾ പറയുന്നത് നമുക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്കത് യൂസ്ഫുള്ളായില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ ഈ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഈ ചാനൽ തുടങ്ങണതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. യൂട്യൂബൊക്കെ നമ്മൾ മൊബൈലിലുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തർ പറഞ്ഞു നമ്മളൊരു യൂട്യൂബൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ചെറിയൊരു വരുമാനം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെക്കൊണ്ട് ഫാമിലിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഉപകാരമായില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു നീട്ടണില്ല, നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കാം. യൂസ്ഫുള്ളായ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.